നമസ്കാരം. ഞാൻ പി.കെ. രമേശൻ. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരും റീലുകൾ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ആവശ്യപ്പെടുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക്കൽ വിഷയം നമ്മുടെ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എന്തുകൊണ്ടെന്നാൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൃത്യമായി ഈ വീഡിയോ കാണണം, അതുപോലെ തന്നെ പൊതുജനങ്ങളും കാണണം. നമ്മളുടെ അവകാശം ആണ് ഇവർക്ക് നമ്മൾ നൽകുന്നത്. അതുപോലെ നമ്മുടെ അവകാശം ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ടോപ്പിക്കൽ വിഷയമാണ് ഇന്നിൽ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു വോട്ടർ അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങളുണ്ട്. നമ്മുടെ ഈ ത്രിതല പഞ്ചായത്തുകളിൽ ഇങ്ങനെ എല്ലാവരും മത്സരിക്കുന്നു, പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകുന്നു, നമ്മൾ പോകുന്നു. ഈ പഞ്ചായത്ത് മെമ്പറോട് പലതും ആവശ്യപ്പെടുന്നു. പക്ഷെ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് പൊതുജനം പഠിക്കേണ്ട ചില നിയമവശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത്. ഏത് വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന ഒരു മെമ്പർ ആ വാർഡിലെ എല്ലാ അംഗങ്ങളുടെയും മെമ്പറാണെന്നുള്ള നഗ്നമായ സത്യം പഞ്ചായത്ത് മെമ്പറും പൊതുജനങ്ങളും അറിഞ്ഞിരിക്കുക. ആ മെമ്പറുടെ ഭാഗത്ത് നമുക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് രേഖാപരമായിട്ടോ നിങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അർഹതാ മാനദണ്ഡം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളെക്കാൾ ഉയർന്ന സാമ്പത്തികമുള്ളവരാണ് അത് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് ആവശ്യമാണ്. മെമ്പർക്കെതിരെയും കൊടുക്കണം, ആ വാങ്ങിക്കാൻ പോകുന്നവനെതിരെയും കൊടുക്കണം. ഒരു മെമ്പർക്ക് ജാതി വർഗ വിവേചനമോ രാഷ്ട്രീയ വിവേചനമോ കൂടാതെ തന്നെ പ്രവർത്തിച്ചു കൊള്ളാമെന്നാണ് സത്യപ്രതിജ്ഞ. ഈ ജനങ്ങളെ, തൻ്റെ വാർഡിലുള്ള എല്ലാ അംഗങ്ങളെ തുല്യമായി കാണുകയും ഒരു വ്യക്തിയോട് മാത്രം പ്രലോഭനമോ സ്നേഹമോ വാത്സല്യമോ പുലർത്തി മറ്റൊരു വ്യക്തിയുടെ വിദ്വേഷമോ എതിർ രാഷ്ട്രീയമോ തനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു തനിക്ക് അവകാശപ്പെട്ട് നിഷേധിക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അധികാരമില്ല. അങ്ങനൊരു സംഭവം നടന്നാൽ നിങ്ങളത് വീഡിയോ ആയിട്ടും രേഖകളും അടക്കം നിങ്ങൾക്ക് പരാതി തയ്യാറാക്കി ആ മെമ്പറെ അയോഗ്യനാക്കാനുള്ള അധികാരം ഉണ്ട്. ചില മെമ്പർമാർ ഈ റോഡിലും വെള്ളം വരുമ്പോൾ കുറച്ച് ഒരു മോട്ടർ വെച്ചിട്ട് ഒരു 1000-2000 രൂപയുടെ വെള്ളം പറ്റിക്കുക, ഒരു മരം മുറിച്ച് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് യാതൊരുവിധ ടെൻഡറും ഇല്ലാതെ 10,000 രൂപ പഞ്ചായത്തിൽ നിന്ന് എഴുതിയെടുക്കുക അതിൻ്റെ പേര്. അപ്പം ഇങ്ങനെ എഴുതിയെടുക്കുന്ന പഞ്ചായത്ത് മെമ്പറും വരും കാലം വരാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞിരുന്നോ? ഇത് കാണുന്നത് നല്ലതാണ്. മത്സരിക്കുന്ന എല്ലാവരും കാണുക നല്ലതാണ്. അതായത് ഒരു പൗരൻ്റെ അവകാശം രേഖാമൂലം പഞ്ചായത്ത് മെമ്പറിൽ അവകാശപ്പെട്ടാൽ തനിക്ക് അർഹതയുള്ളത് നിഷേധിക്കുകയോ തന്നെ തഴയുകയോ ചെയ്താൽ വ്യക്തമായ തെളിവുകൾ, വീഡിയോ ക്ലിപ്പ്, നിങ്ങൾ ഫോൺ ചെയ്ത ക്ലിപ്പ്, റെക്കോർഡ്, അതുപോലെ രേഖാപരമായ റെക്കോർഡുകൾ സഹിതം നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡൻറ്റ്
പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് പരാതി കൊടുക്കാം. 1994 പഞ്ചായത്ത് രാജ് ആക്ട് 35 പ്രകാരം തനിക്ക് അവകാശപ്പെട്ടത് നൽകാതെയും മറ്റൊരാൾക്ക് വിവേചനപരമായി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് ദുർവിനിയോഗം ചെയ്തതിൻ്റെ പേരിൽ പഞ്ചായത്ത് മെമ്പറെ 36-ാം വകുപ്പ് പ്രകാരം നീക്കം ചെയ്യണമെന്ന് നിങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകാം. പരാതി നൽകിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 204 പ്രകാരം ഹൈക്കോടതിയിൽ നിങ്ങൾ കൊടുത്ത പരാതിയുടെ പകർപ്പ് സഹിതം നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പണമില്ലാത്തവന് ലീഗൽ സെൽ അതോറിറ്റി ഉണ്ട് ഹൈക്കോടതി. അവിടെ ഇതിൻ്റെ രേഖകൾ മൂലം പരാതി തയ്യാറാക്കി പരാതി കൊടുത്താൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടനെ നോട്ടീസ് അയക്കുകയും പഞ്ചായത്ത് മെമ്പറെ അയോഗ്യനാക്കുകയും 204 പ്രകാരം സെക്ഷൻ 204 പ്രകാരം ക്രിമിനൽ കേസ് സർക്കാരിനും ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ ഈ മെമ്പർ ഇരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതും ധനവിനിയോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചടക്കുകയും പഞ്ചായത്ത് മെമ്പറിന് ജയിലിലേക്ക് പോകാനുള്ള വഴിയുമാണ് ആർട്ടിക്കിൾ 204. പൊതുജനം അറിഞ്ഞിരിക്കണം. നിങ്ങളെ രാഷ്ട്രീയമോ ജാതിയോ വർണ്ണവിവേചനമോ ത്തിൻ്റെ പേരിൽ പഞ്ചായത്ത് മെമ്പർ ഏതെങ്കിലും അവകാശം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ രേഖകൾ സഹിതവും നിങ്ങളെക്കാൾ സാമ്പത്തികമായി ഉയർന്നവനാണ് അത് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ രേഖകൾ സഹിതം പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് രേഖാമൂലം തെളിവുകളോടെ പരാതി സമർപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പണമില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് മെമ്പർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ സെക്ഷൻ 204 പ്രകാരം ഹൈക്കോടതിയിൽ പണമില്ലാത്തവൻ ലീഗൽ സെൽ അതോറിറ്റി ഹൈക്കോടതിയിലുമുണ്ട്. അവിടെ ഈ സമർപ്പിച്ച എല്ലാ രേഖകളോടും തെളിവുകളോടും ഹൈക്കോടതിയിൽ ഹാജരാക്കിയാൽ 15 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് മെമ്പർ അയോഗ്യനാകുകയും അദ്ദേഹം ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങളുടെ മുഴുവൻ സമ്പത്തും ഖജനാവിലേക്ക് തിരിച്ചടക്കുകയും പഞ്ചായത്ത് മെമ്പർക്ക് ജയിലിലേക്ക് പോകാനുള്ള വഴിയും ഒരുങ്ങും. നിങ്ങൾക്കറിയേണ്ട ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ട അവകാശമാണ്. അറിഞ്ഞിരിക്കുക. വോട്ട് ചെയ്യുന്ന നിങ്ങളാണ്. ഓരോ നിങ്ങളുടെ ജാതി വർണ്ണ വിവേചന പ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർക്ക് പണി കിട്ടും. അപ്പോൾ പൊതുജനങ്ങളുടെ വിഷയങ്ങൾ. നമസ്കാരം. അടുത്തത് പഞ്ചായത്ത് മെമ്പർമാർക്ക്. നിങ്ങൾ എല്ലാ പഞ്ചായത്തിലും കേരളത്തിൽ നിങ്ങൾ മത്സരിക്കുന്നത് ഏതൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തെയും ജനങ്ങളോടും തുല്യനീതിയിൽ കടമ പുലർത്തേണ്ടതുണ്ട്. നിങ്ങൾ റോഡ് പക്കയോ അവിടെ ഇവിടെ ഒരു പൈപ്പ് ഇട്ടിച്ചിട്ട് വെള്ളം കളഞ്ഞൊരു മരം മുറിച്ച് പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ വൗച്ചർ നിങ്ങൾക്ക് ടെൻഡർ വെക്കാതെ തന്നെ എഴുതിയെടുക്കുക. ഒരു വഴിവിളക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ എല്ലായിടത്തും തെളിയിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം കടമയും ചെയ്തിട്ട് നിങ്ങൾ 500 രൂപ 1000 രൂപയുടെ മുടക്കിന് നിങ്ങൾ 10,000 രൂപയുടെ പഞ്ചായത്തിൽ നിന്ന് എഴുതിയെടുക്കുമ്പോൾ സൂക്ഷിക്കുക. കാലം മാറി, വിവരാവകാശ നിയമങ്ങളുണ്ട്, ചിലവാക്കിയതുകൊണ്ട് കോടതി കയറും. നിങ്ങൾ മോട്ടിച്ച കാശ് തിരിച്ച് പലിശ സഹിതം കിട്ടണം, ജയിലിലേക്ക് പോകാൻ വഴിയൊരുങ്ങും. അതുകൊണ്ട് എല്ലാ പഞ്ചായത്ത് മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇതാണ് നിയമത്തിൻ്റെ ഒരു വാണി. തോക്കുന്ന മെമ്പർമാർ സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്യുന്നു, എന്തെല്ലാം കാണിക്കുന്നു, ഇത് കൃത്യമായ തെളിവുകൾ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് അവസരങ്ങൾ വരും. അത്
പരാജയപ്പെടുന്ന മെമ്പർ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അടുത്ത ഊഴത്തിൽ വിജയിക്കാം. പക്ഷേ അവിടെയും സത്യസന്ധവും നീതിയുക്തമായി നിങ്ങൾ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഇതാണ് ഇന്നത്തെ ടോപ്പിക്കൽ. ഇനി അടുത്ത വിഷയം, നമ്മുടെ നാട്ടിൻപുറത്ത് MP MLA എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ ചില വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് 25 ലക്ഷം 30 ലക്ഷം ചിലവായെന്നൊക്കെ പറഞ്ഞൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിക്കലുമായി നാളെ കാണാം. വീണ്ടും അപേക്ഷയോടെ പറയുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ എല്ലാം തൽക്ഷണം നിങ്ങളിലെത്തുകയും നിങ്ങൾക്ക് സൗജന്യമായി കാണാനുള്ള ഒരു വഴിയാണ്. നമസ്കാരം.